തിരുവനന്തപുരം നെയ്യാറ്റിങ്കര മാരായമുട്ടത്ത് മരച്ചില്ല ഒടിഞ്ഞു വീണ് 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അരുവിപ്പുറം ഒടുക്കത്ത് സ്വദേശി പ്രശാന്ത് ആൻസി ദമ്പതികളുടെ മകൾ ബിനിജയാണ് മരിച്ചത്. വൈകിട്ട് വീടിന് മുന്നിൽ കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം. മാരായമുട്ടം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബിനിജ. തിരുവനന്തപുരം പാറശാലയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നടക്കമുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കൊല്ലം മടത്തറയിൽ കടയ്ക്ക് തീയിട്ട സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മടത്തറ സ്വദേശി വാസുദേവനാണ് പിടിയിലായത്. ശിവൻമുക്ക് സ്വദേശി ചന്ദ്രന്റെ ജിജി സ്റ്റോർ എന്ന സ്ഥാപനത്തിനാണ് പ്രതി തീയിട്ടത്. കെ രാധാകൃഷ്ണൻ എംപിയുടെ അമ്മ ചിന്ന അന്തരിച്ചു. 84 വയസ്സായി. റിഫയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് റിഫ ജനകീയ സമരസമിതി മലബാർ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആശുപത്രിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CITU, കർഷക തൊഴിലാളി യൂണിയൻ, കേരള കർഷക സംഘം എന്നിവ സംയുക്തമായി തൃശൂർ കാഞ്ഞാണിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. CITU നേതാവ് CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മൂത്തേടം പഞ്ചായത്ത് 3ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദിവാസി സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ മരണത്തിൽ അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി. ആലപ്പുഴ കണിച്ചുകുളങ്ങര ക്ഷേത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട് സെപ്റ്റേജ് മാലിന്യ സംസ്കരണത്തിന് പരിഹാരവുമായി ആലപ്പുഴ നഗരസഭ വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഇനി 1 മാസക്കാലം കണിച്ചുകുളങ്ങരയിൽ പ്രവർത്തിക്കും. മണിക്കൂറിൽ 6000 ലിറ്റർ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റാണ് ക്ഷേത്രത്തിൽ പ്രവർത്തന സജ്ജമായത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കടയുടമയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് സെൻട്രൽ ഫാൻസി എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ. അനുമതിയില്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തരംഗമായ ഡാൻസ് വീഡിയോ ചിത്രീകരിച്ച വെഡിംഗ് ഫോട്ടോഗ്രാഫറെ കണ്ടെത്തി സോഷ്യൽ മീഡിയ. തൃശൂർ ഗുരുവായൂർ പഞ്ചാരമുക്ക് സ്വദേശി ഷാൻ അഫ്രീദാണ് വീഡിയോ ചിത്രീകരിച്ചത്. വിവാഹ ചടങ്ങിനിടയിൽ വരന്റെ അനുജത്തിയുടെ ഡാൻസ് വീഡിയോ ഏറെ വൈറലായിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ 10ാം കല്ല് വാർഡിൽ ജനകീയ മഹാശുചീകരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂർ കുതിരവട്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ കൊടിയേറ്റ് നടത്തി. തൃശൂരിൽ ബക്കർ മേത്തലയുടെ പ്രണയത്തിന്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പ്രകാശനം ചെയ്തു. ഡ്രങ്കൻ സോങ്സ് ഓഫ് ലവ് എന്ന പേരിൽ ജ്യോതി ഉണ്ണിരാമൻ വിവർത്തനം ചെയ്ത ബുക്ക് ഡോക്ടർ രാജു വള്ളിക്കുന്നമാണ് പ്രകാശനം ചെയ്തത്. തിരുവനന്തപുരം കരകുളം പഞ്ചായത്ത് കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിലെ പുതിയ കെട്ടിടവും സ്നേഹക്കൂടാരം കൈത്താങ് പദ്ധതികളുടെ കീഴിൽ നിർമ്മിച്ച വീടുകളും മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫ് യൂണിയൻ UPS ഭാവി എന്ത് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി GR പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. മുരളി പെരുന്നല്ലി MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് ലാപ്ടോപ്പുകളുടെ വിതരണം. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.